ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. എല്ലാവരും സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഞാനിതാ രാവിലെ എഴുന്നേറ്റു പോയി കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്ന ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോയി കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പലചരക്കൊക്കെ മേടിച്ചിട്ട് വന്നു. വരുന്ന സമയത്ത് കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പറവ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വറുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ കുറച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വറുക്കാനുള്ളതിന് മസാല പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മസാല പുരട്ടി വയ്ക്കുകയാണ്. വലിയ പാത്രമൊന്നും കിട്ടിയില്ല, വളരെ ചെറിയ പാത്രം എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ ചെറിയ പാത്രത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ചെറിയ പാത്രം എടുക്കാൻ പോകാനുള്ളൊരു മടി കാരണം ഞാൻ ആ ഉള്ള പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ഞാൻ മുളക് വെട്ടി വെച്ചു. ഗൈസ്, തീ കത്തിക്കണം, അതാണ് എൻ്റെ പ്രധാന ടോപ്പിക്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കുറേ ടൈം വേണം. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ വേഗം തീ കത്തിക്കാനുള്ള പരിപാടിക്ക് പോവുകയാണ്. തീ കത്തിയ ഒരു കത്തലാണ്, അത് എവിടെ നിൽക്കില്ല. അപ്പോൾ ഞാൻ ഉള്ളിയും സവാളയും പച്ചമുളകൊക്കെ വേഗം അരിഞ്ഞ് എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒറ്റ ഇടലിട്ടു. കാരണം തീ അത്യാവശ്യം കത്തി ചൂടായി. ഞാൻ ഇന്ന് കുറേശ്ശെ ഇട്ട് കഴിയുമ്പോഴേക്കും എല്ലാം പകുതി കരിഞ്ഞു പോകും. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് ഇരുന്ന് മൂക്കട്ടെ എന്ന് വിചാരിച്ചു. അത് മൂത്ത് വരുമ്പോൾ എന്തായാലും ഒരുമിച്ച് ആകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മൂപ്പിക്കാൻ വെച്ചു. തീ കത്തി കഴിഞ്ഞൊരു കത്തല. കത്തി കിട്ടാനോ അതൊന്നൊന്നര ഒരു മണിക്കൂർ എന്തായാലും വേണ്ടി വരും. പ്രത്യേകിച്ച് മഴ സമയത്ത് ഭയങ്കര പാടാണ്. നമുക്ക് ഇപ്പോൾ ഉള്ള സൗകര്യം ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളത് വെച്ച് മാനേജ് ചെയ്ത് പോകുന്നു. അങ്ങനെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ ഓൾറെഡി ഇട്ട് വെച്ചു. കാരണം ഓരോന്നും തുറന്നിട്ട് വെക്കുമ്പോഴേക്കും അത് ഏകദേശം കരിഞ്ഞു പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിലിട്ടിട്ട് വെച്ച് പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രശ്നം വരില്ലല്ലോ എന്ന് കരുതി. അപ്പം നോക്കിയപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തക്കാളി, ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇതാക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടാം. ഞാനതിട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടു. ഒരുപാട് തീ കത്തുന്നതുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേഗം ഇളക്കിയിട്ട് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേഗം കരിയില്ല, പ്രത്യേകിച്ച് അടുപ്പ് കത്തിയ ഒരു കത്തലാണല്ലോ. അപ്പോൾ നന്നായിട്ട് മൂത്ത ശേഷം പുളി വെള്ളം ഒഴിക്കണം. ആകെ ഫസ്റ്റ് ഇത്തിരി ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കണ്ടേ. ക്യാമറയും ഞാനാണ് പിടിക്കുന്നത്, കുക്കിങ്ങും ഞാനാണ് ചെയ്യണത്. അപ്പോൾ എനിക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ പുളിവെള്ളം മാറ്റി കുറച്ച് ഒഴിച്ച് വെച്ചു. എന്നിട്ട് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് കറി നീട്ടി വെക്കണ്ടേ. അപ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു. എനിക്ക് തേങ്ങ അരക്കാത്ത മീൻ കറിയാണ് ഇഷ്ടം. തേങ്ങ അരച്ച മീൻ കറി എനിക്കിഷ്ടമല്ല. മീൻ കറിയെ ഞാൻ അപൂർവമായിട്ടേ കഴിക്കുകയുള്ളൂ. ഞാൻ എല്ലാം വയ്ക്കും, ചിക്കനും മീനുകളെല്ലാം ഞാൻ വയ്ക്കും. പക്ഷെ എനിക്ക് മീൻ കറിയോട് വലിയ താല്പര്യമില്ല. എൻ്റെ ചാറ് മാത്രം ഞാൻ എടുക്കും. ഞാൻ അങ്ങനെയാണ്. തേങ്ങ അരച്ച കറികളോട് എനിക്കിപ്പോൾ വളരെ താല്പര്യക്കുറവ്. ഇത്തിരി ചൊടുപ്പിൽ കഴിക്കേണ്ട, അതിന് വേണ്ടിയിട്ട്. അപ്പം മീൻ കറി ഏകദേശം സെറ്റ് ചെയ്യാൻ തിളച്ചെന്ന് ഇറക്കി വെച്ച് ഞാൻ വേഗം മീൻ വറക്കാൻ നോക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ തീ ഇങ്ങനെ അമ്മാതിരി കത്തുന്നുണ്ട്. അപ്പോൾ വേഗം പെട്ട എല്ലാ കാര്യങ്ങളും സെറ്റാവും. അപ്പം ഞാൻ മീൻ വറക്കുന്നതിൻ്റെ ഇടയിൽ പച്ചക്കറി മേടിച്ചപ്പോൾ വഴുതനങ്ങ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേഗം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മീൻ വറുത്ത ശേഷം ഒരു ഉപ്പേരിയും വയ്ക്കുക. അപ്പോൾ ഒരു ചോറും ഒരു ഉപ്പേരി, മീൻ വറുത്ത മീൻ കറി. അപ്പം അങ്ങനെ ഉച്ചത്തൂണ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ മേടിച്ചില്ല. ഏട്ടൻ പറഞ്ഞു മീൻ മതിയെന്ന്. അപ്പം മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്. അപ്പോൾ വഴുതനങ്ങ ഞാൻ സൈഡിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ മറിച്ചിടുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. എനിക്കൊന്നും പൊടിയാൻ പാടില്ല. അപ്പോൾ ഒരെണ്ണം പൊടിഞ്ഞു പോയി. ഇങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയോടെ മീൻ വറുത്തത് കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ ചൂടത്തിങ്ങനെ ഇരുന്നിട്ട് കുറേ ഷോയൊക്കെ കാണിക്കുകയാണ് ഞാൻ. ഭയങ്കര വേർപ്പായി. ഈ അടുപ്പിൻ്റെ ചൂടേ ഭയങ്കരമായിട്ട് തട്ടുന്നത്. പിന്നെ അപ്പം മഴ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം വഴുതനങ്ങ ഉപ്പേരിയും ഉണ്ടാക്കി. 2 മണി കഴിഞ്ഞു. ഏട്ടന് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വേഗം ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വെള്ളരിയാണ് ഏറ്റവും ഇഷ്ടം. ഏട്ടന് വെള്ളരി ഇഷ്ടം, എനിക്ക് വെള്ളരി ഇഷ്ടം, വീട്ടിലെ അച്ഛനമ്മ എല്ലാ അനിയത്തിക്കൊക്കെ വെള്ളരി ഇഷ്ടം. അപ്പം ഞങ്ങൾ കൂടുതലും വെള്ളരിയാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ ഏട്ടനുള്ള ചോറാണ്. അപ്പം മീൻ കറിയും ചോറും
വഴുതനങ്ങ ഉപ്പേരി ഒക്കെ കൂടി ഞങ്ങളൊരു പിടി പിടിച്ച്